ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു കണ്ടിന്യൂസ് വ്ളോഗായിരുന്നു, അത് വലിയ ലെങ്തി ആയതുകൊണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് മോർണിംഗ് റൂട്ടീനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷനും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 8:30 8:45 ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചായിട്ട് അതിമോള് സ്കൂൾ ബസ് ഒന്ന് മാറി, അതുകൊണ്ട് ലേറ്റ് ആവും എത്താൻ. സ്കൂൾ വാൻ എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും. അല്ലെങ്കിൽ ഒരു 8 8:15 ആകുമ്പോഴത്തേനും ഞാൻ അവളെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആവും. ആ സമയമാകുമ്പോഴത്തേനും എന്തായാലും അല്ലു നീച്ചിട്ടൊന്ന് ഉഷാറായിട്ടുണ്ടാവും. അതുകൊണ്ട് തിരിച്ച് വന്നാൽ വേഗമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അതാണ് അടുത്ത പരിപാടി ഇനിയുള്ളത്. അതിമോക്ക് കൊടുത്തുവിട്ട സെയിം ദോശ തന്നെ കേട്ടോ. അതിമോക്ക് ഞാൻ സ്നാക്ക് ബ്രേക്കിന് കൊടുത്തിട്ട് പഴം വാട്ടിയതുണ്ടല്ലോ, അത് ഫുള്ളോള് കൊണ്ടുപോയിട്ടില്ല. അതിൽ കുറച്ച് ലെഫ്റ്റ് ഉണ്ടേനി, അത് ഉടച്ചിട്ട് അതേപോലെ എഗ്ഗ് നമ്മൾ അതിമോളിൽ ചെയ്തില്ലേ അതേപോലെ ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പം അതിലും ഒരു ഫില്ലിങ് ആയല്ലോ. അല്ലു രാവിലെ കറിയൊന്നും കൂട്ടി കഴിക്കില്ല, കറി ഭയങ്കര എരിവാണ് ഹുക്ക് കേട്ടോ. എന്ത് കറിയാണെങ്കിലും ഉച്ചക്കായാലും എരിയുണ്ടെന്ന് പറയും, കറി കൂട്ടാൻ കുറച്ച് മടിയാണ്, എരിവുണ്ടെന്ന്. ചില സമയത്ത് കറിയൊക്കെ ഇങ്ങനെ കൂട്ടും, അല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഏത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കറി കൂട്ടില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും ആയാൽ മതി, എന്തെങ്കിലും സ്പ്രെഡോ അങ്ങനെയൊക്കെ ആയാൽ മതി, കഴിച്ചോളൂ. അപ്പം പിന്നെ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ടോ എന്ന് പറയരുത് എന്നെ പഠിപ്പിച്ച് മിസ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കാം. ഒരു സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ എനിക്ക് വരുന്നുണ്ടെന്നാണ് മിസ്സ് പറഞ്ഞത്, അത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാതൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്കൊക്കെ അതിങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ അല്ലുവിന് മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കുന്നുണ്ട്. ഈ മുടി കെട്ടുന്ന പരിപാടി അല്ലുവിന് ഇല്ല തന്നെ. ഒരു കണക്കിന് സമാധാനിപ്പിച്ചിട്ടാണ് രാവിലെ ഒന്ന് മുടി കെട്ടുക. ആ മുടി കെട്ടിയത് പതുക്കെ കുറച്ച് സമയം കഴിയുമ്പം കഴിക്കും. പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഇതിങ്ങനെ കണ്ണിലേക്ക് തൂങ്ങുമല്ലോ, അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ മുടി ഒന്ന് വെട്ടി കൊടുക്കാൻ തോന്നും. പിന്നെ ഞാൻ മുടി കെട്ടിയത് കാണാൻ രസമാണ്, അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വെട്ടാൻ വിചാരിച്ചിട്ട് വെച്ചതാണ്. ഏതായാലും കുറച്ച് കഴിയട്ടെ, എന്നിട്ട് വെട്ടി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. രാവിലെ തൊട്ടിട്ട് രാത്രി വരെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 4-5 പ്രാവശ്യം മുടി കെട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിൽ നടക്കും. അതാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളെന്താ വിചാരിക്കുക, കുട്ടിക്ക് ടൈറ്റായിട്ട് മുടി കെട്ടണോണ്ട് ഇഷ്ടമില്ല മുടി കെട്ടണമെന്നല്ലേ. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. മുടി കെട്ടുകയാണെങ്കിൽ ടൈറ്റാക്കി ടൈറ്റാക്കിയിട്ട് നമുക്ക് ഫീൽ ചെയ്യും തലവേദന എടുക്കുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ കെട്ടിട്ടില്ലെങ്കിൽ കഴിച്ചിട്ട് നടക്കും വേണം. ഇത് ഇൻ ബിറ്റ്വീന് ലൂസായിട്ടൊന്ന് ആ ഒരു പരിപാടിയൊന്നും നടക്കില്ല. കെട്ടുകയാണെങ്കിൽ മാക്സിമം ടൈറ്റായിട്ട്, അതേപോലെ ചെറിയ കുഞ്ഞി ബേബി ഹെയർ വരെ അതിലുള്ളൊരു ഫില്ലായിട്ട് കൂടി നിൽക്കണം, അല്ലെങ്കിൽ അപ്പം തന്നെ കഴിപ്പിക്കുകയും ചെയ്യും. ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ മൂച്ചിപ്രാന്തിൻ്റെയും നട്ടപ്രാന്തിൻ്റെയൊക്കെ ഇടയിലൂടെ ആണല്ലോ പോണേ. ഇപ്പോൾ കുറച്ച് കാലമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഉഷാറാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉമ്മ മെഷീനിൽ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മനോട് എന്നോടൊക്കെ വർത്താനം പറഞ്ഞ് ക്യാമറയിലേക്കൊക്കെ നോക്കിയിട്ട്, അപ്പോൾ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് മുടി കെട്ടാനൊക്കെ ഒന്ന് സമ്മതിച്ചത്. അതൊക്കെ കെട്ടി ഉഷാറായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറേയൊക്കെ കഴിച്ചു. ഫുള്ളായിട്ടൊന്നും കഴിച്ചില്ല, ബാക്കി ഞാൻ സിറ്റ് ഔട്ടിൽ ഇരിപ്പിച്ചിട്ട് കൊടുത്തു. നമ്മളെ കാക്കച്ചിന്റെ നെയില് കട്ട് ചെയ്യണ്ടാവോ? കാക്കച്ചിക്ക് നെയിലുണ്ടല്ലോ. കാക്കച്ചിക്ക് 2 കാലും പിന്നെ കൈയുണ്ട് 2 കാലും.
അങ്ങനെ ഇതാ ഇമ്മൻ്റെ പണികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മുള്ളിടത്തും എല്ലാവരും ഉള്ളിടത്തും അല്ലു നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കളിക്കൊന്നുമില്ല. അപ്പോൾ എന്താണ് ആൾ ടോയ് ഹൗസിലൊന്നും ഇരുന്ന് കളിക്കില്ല. എല്ലാവരും എവിടെയാണുള്ളത് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ കളിക്കും. പിന്നെ ഒറ്റയ്ക്കല്ല, അതിമോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കാവുമല്ലോ, അപ്പം പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കളിക്കും. ഇത് ഞാൻ അല്ലുവിന് വാങ്ങിയ ഒരു ചെറിയ നോളജ് ലൈബ്രറി ബുക്ക് ഷെൽഫാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ബേസിക്കലി ഇതിൽ 10 ബുക്സാണുള്ളത്. 10ഉം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എലിമെൻ്ററി ആയിട്ടുള്ള ബുക്സാണ്. വാങ്ങി കൊടുക്കുകയാണെങ്കിൽ നല്ല മൈൻഡ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. കാരണം ഒരു ഐ ഓപ്പണറാണ്. നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സാധനങ്ങളെ കുറിച്ചിട്ടും കുട്ടികൾക്ക് ഒരു ബേസിക് നോളജ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഞാൻ അതിമോളൊക്കെ ചെറുതാണ സമയത്ത് വേറെ വേറെ ബുക്കുകൾ ഇങ്ങനെ പല ഇതിൽ നിന്നും വാങ്ങിയിട്ട് അത് പിന്നെ ഒന്നിച്ച് കൊണ്ടെടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനെ എല്ലാ കോൺസെപ്റ്റും ഒന്നൊരു ബേസ് എല്ലാ പഠിക്കണം എന്നല്ല, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ എല്ലാം ഒന്നും എത്തൂല്ല. ഇപ്പം ഇതാകുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്തതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ട്. പഠിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്, അത് കുഞ്ഞു കുട്ടികളെ നേരത്തെ കാലത്തെ പഠിപ്പിക്കണം എന്നൊന്നല്ല ഞാൻ പറയണത്. എന്നാലും അവർക്ക് ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് അവരുള്ളത്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇതിലുള്ള 10 ബുക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആൽഫബറ്റ്സിൻ്റെ ബുക്കാണ്, രണ്ടാമത്തത് ബേർഡ്സ്, പിന്നെ ഷേപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈൽഡ് ആനിമൽ, ഫാം ആനിമൽ ആൻഡ് പെറ്റ്സ്, ട്രാൻസ്പോർട്ട്, നമ്പർ, കളേഴ്സ്, ഇങ്ങനെയുള്ള 10 ബുക്സാണ്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ള കുട്ടിക്ക് ബേസായിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. 10 ബുക്സും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മറിച്ച് പോകുമ്പം പഠിച്ചിട്ടില്ലെങ്കിലും കുറേ സാധനങ്ങൾ അവരുടെ മൈൻഡിൽ ഇങ്ങനെ സേവായി വരുമല്ലോ. ആ ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ ഈ ഒരു ബുക്കൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാ ബുക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ, കാർട്ടൂണിക് ഇമേജുകളൊന്നുമല്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഞാൻ ആസ് എ മദർ ഞാൻ പറയണത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു B.Ed ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥം സമാധാനമായിട്ടിരിക്കുകയെന്ന്. എനിക്ക് അധികകാലമൊന്നും അങ്ങനെ അത്ര സ്വസ്ഥ സമാധാനമായിട്ടിരിക്കാനുള്ളൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്ന് കഴിഞ്ഞാൽ എനിക്ക് മടുപ്പാവും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആവും. പിന്നെ നമ്മൾ B.Ed കഴിഞ്ഞ് ഇറങ്ങുന്നത് ഒരു ഒന്നുമില്ലാത്ത സമയത്താണ്, ഓഗസ്റ്റ് ആ ഒരു സമയത്താണ് ഇറങ്ങുന്നത്. എല്ലാ സ്കൂളിലും വേക്കൻസിയൊക്കെ ഫില്ലായി, എവിടെയും ഒരു വേക്കൻസി ഇല്ലാത്തൊരു സമയത്താണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സോഴ്സ് കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. പുറത്തും നാട്ടിലും ഒക്കെ ഉള്ള കുട്ടികൾക്കായിട്ട് ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. 1-to-1 ട്യൂഷൻ ഉണ്ടല്ലോ, അറ്റ് എ ടൈം ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള ടൈപ്പ് ട്യൂഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഹോളിഡേയ്സ് ആണെങ്കിലും വീക്ക് ഡേയ്സ് ആണെങ്കിലൊക്കെ ഡേ ടൈമിൽ ട്യൂഷൻ ഉണ്ടാകും. പുറത്തുള്ള കുട്ടികൾ, ഇപ്പോൾ സൗദിയിലും ദുബായിലൊക്കെ ഉള്ള UAE-ലൊക്കെ ഉള്ള കുട്ടികളുടെ ട്യൂഷൻസ് ഉണ്ടാകും. നമുക്ക് ഒരു ടൈം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്ത് റിസൾട്ട് ലേറ്റാണ്, എക്സാം നടക്കാൻ നേരം വൈകി എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്തിരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് എന്തിലെങ്കിലൊക്കെ എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴും, ഇനി വരാൻ പോണതൊക്കെ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു അക്കാഡമിക് ഇയർ, കുറച്ച് അടുത്തൊരു അക്കാഡമിക് ഇയർ ആവുന്നവരെ കുറച്ച് ഓൺലൈൻ ട്യൂഷനിലൊക്കെ എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിച്ചു. Understood? Okay, you got what I'm saying? So for tomorrow you have an homework to write the summary of the story and also to find out the various literary devices used in the summary, like metaphors, alliterations, personifications.
ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീച്ചിങ് സ്കില്ലും നമ്മളെ ഒരുപാട് എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ. BEd കഴിഞ്ഞിട്ട് ഈ വർഷം ആരെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഓൺലൈൻ ട്യൂഷൻസ് ഒരുപാട് ഇൻസ്റ്റാഗ്രാം ത്രൂവും അല്ലെങ്കിൽ നിയർ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കഴിയുന്നവരൊക്കെ. മാക്സിമം ഒരു 1 hour 1.5 hour അത്രേ ഉണ്ടാവുള്ളൂ അറ്റ് എ ടൈം ട്യൂഷന്. അതേപോലെ തന്നെ ദിവസത്തിൽ മാക്സിമം 2, ഒരു രാവിലെ ഒന്ന് വൈകുന്നേരം, അല്ലെങ്കിൽ ഒരു ദിവസം 1, അതിൽ കൂടുതൽ ഉണ്ടാവലില്ല. അപ്പോൾ അത് നമുക്ക് അത്ര ബേർഡൻ ആയിട്ടൊന്നും ഫീൽ ചെയ്യൂലല്ലോ. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയുമാണ്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അകക്കൊന്ന് ക്ലീൻ ചെയ്തിടുക. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, ഒന്ന് റെസ്റ്റൊക്കെ എടുത്താൽ വൈകുന്നേരം സ്കൂളിട്ട് വരും അതിമോള്. ആ ഒരു ടൈം ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനെൻ്റെ സ്നാക്ക് റെസിപ്പി ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അതുണ്ടാക്കാൻ അതിമാത്രം നേരമൊന്നും വേണ്ട. അതിമോള് വരുമ്പോഴത്തേന് റെഡിയാക്കി വെച്ചാൽ മതി. ഉള്ളൊരു 4-4:30 ആകുമ്പോഴത്തേന് എത്തും, 4:15 ആകുമ്പോഴത്തേന് എത്തും. അപ്പോൾ ഒരു അറൗണ്ട് 3 ഒക്കെ ആകുമ്പോൾ തുടങ്ങിയാൽ മതി. ഇന്ന് ഉച്ച മുതലേ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഒന്ന് സ്ട്രോങ്ങിൽ പെയ്യും, പിന്നെ ഒന്ന് തോരും, പിന്നെ അതേപോലെ തന്നെ വീണ്ടും സ്ട്രോങ് ആയിട്ട് പെയ്യും. ഒരു അൺഈവൻ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിമോള് വരുന്ന സമയത്തൊക്കെ മഴൻ്റെ ടൈം തന്നെയായിരുന്നു. അപ്പോൾ മഴയുള്ള സമയത്ത് കട്ടൻ ചായയൊക്കെ കൂട്ടി ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതേസമയം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനും അറിയുന്ന ടൈപ്പ്, എല്ലാവർക്കും കിച്ചണിൽ ഒന്ന് കയറുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരം സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതാ സ്കൂളിൽ എല്ലാ കളിയും കഴിഞ്ഞ് എല്ലാം ലോസ്റ്റായിട്ട് കംപ്ലീറ്റ് ലോസ്റ്റായിട്ട് ഇതാ അതിമോൾ ആടിപ്പാടി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓള് കുളിച്ചൊക്കെ വരുമ്പോഴത്തേനും സ്നാക്ക് കൊടുക്കാം. ഞാൻ അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഞാൻ ഷെയർ ചെയ്ത് തരാം. ആദ്യം നമ്മൾ 1 കപ്പ് മൈദ, 2 വലിയ ചപ്പാത്തിക്ക് പരത്തുന്ന തരത്തിലുള്ള ബോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി അല്ലെങ്കിൽ പൂരിക്ക് കുഴക്കുമല്ലോ അതേ ഒരു രൂപന് കുഴച്ചെടുത്താൽ മതി. ഭയങ്കര സോഫ്റ്റായിട്ടൊന്നും കുഴക്കണ്ട, നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുമല്ലോ ആ ഒരു രീതിയിൽ മാവ് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 5 to 10 minutes മതി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ. അത്ര നേരം ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉടച്ചിട്ട് അതിലേക്ക് ഉപ്പ്, കറിവേപ്പില, മുളക് പൊടി, ഗരം മസാല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചാട്ട് മസാല ഇട്ട് വെക്കുക, ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മളിങ്ങനത്തെ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പിലേൻ്റെ ടേസ്റ്റാണ് രസം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടതിലേക്ക് കോൺഫ്ലോർ ആണ്, ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് ചേർക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ, ഡീപ്പായിട്ടല്ല, ഒരു നോർമൽ സൈസ് 3 ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കോൺഫ്ലോറും പൊട്ടാറ്റോയും മുളക് പൊടിയും ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ ഉണ്ടല്ലോ, അത് 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ബോൾസും പരത്തിയെടുക്കുക. ആദ്യം ഒന്ന് പരത്തിയിട്ട് അത് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ബോളും പരത്തിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് പരത്തിയ ചപ്പാത്തിയിൽ നമ്മൾ ഫില്ലിങ് വെക്കുക. എല്ലായിടത്തും റൗണ്ട് ചെയ്ത് ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തിയും കൂടി വെച്ചിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നിവർത്തുക കേട്ടോ, അധികം പ്രസ് ചെയ്യരുത്. ചപ്പാത്തി എന്ന് പറഞ്ഞാലും ചപ്പാത്തിനെക്കാട്ടിയും കുറച്ച് റൗണ്ടിലായിട്ട് വലിയ സൈസ്, മാക്സിമം ആ ഡോവിൽ എത്ര സൈസ് കിട്ടുമോ അത്രയും സൈസിൽ പരത്തിയെടുക്കുക കേട്ടോ.
ഞാൻ ചെയ്തൊരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ. ആദ്യം നമ്മൾ പരത്തിയിട്ട് വെക്കുമല്ലോ, ആ പരത്തിയിട്ട് വെക്കുന്ന അടിയിലുള്ള ചപ്പാത്തി, അതിൻ്റെ അടിയിൽ കുറച്ച് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് വേണം പരത്തി വെക്കാൻ. അതർവൈസ് നമ്മൾ ഈ പരത്തി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ മൊത്തത്തിൽ അടിയിൽക്ക് ഒട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. എൻ്റെ ജസ്റ്റ് ഒന്ന് ഒട്ടിയിരുന്നു. പിന്നെ ഞാൻ കത്തിയൊക്കെ വെച്ചിട്ടാണ് ഓരോരോ ഇതും എടുക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിൻ്റെ പൊടി ഒന്ന് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ ലെയറിങ്ങും ചെയ്താൽ മതി കേട്ടോ. ഫുള്ള് ലെയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓരോന്നും എടുത്തിട്ട് ഒരു ഷേപ്പിലേക്ക് മാറ്റണം. ആ ഷേപ്പ് ഞാൻ കാണിക്കാം, അതേപോലെ ഫോൾഡ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഈ ചപ്പാത്തി പരത്തിയതിന് ശേഷം കോർണർ എൻഡുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് കറക്റ്റ് സ്ക്വയർ പീസിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഫില്ലിങ്ങും വെച്ചിട്ട് വീണ്ടും നമുക്കതങ്ങനെ ഒരു സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കുക മൊത്തം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റൗണ്ടിൽ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്, റൗണ്ടിൽ നിന്നാണ് ഞാനിങ്ങനെ പിന്നെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് പകരം മൊത്തം റൗണ്ട് ആക്കാതെ ഫസ്റ്റിൽ എൻ്റെ സ്ക്വയർ പീസ് ആക്കി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് കിട്ടുന്നത് ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ടുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ ഞാനിതിപ്പം വീട്ടിലുണ്ടാക്കാനല്ലേ, ഗസ്റ്റിനൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ട, മാവും മസാലയൊന്നും വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി 2 ടിപ്പ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ടും പ്രസ് ചെയ്യുക, പിന്നെ 2 ടിപ്പ് ബാക്കിയുള്ളത് ഓപ്പോസിറ്റ് കോർണറിൽ എടുത്തിട്ട് താഴോട്ടും പ്രസ് ചെയ്താൽ നമുക്കൊരു ഷേപ്പ് കിട്ടും, ഒരു ഫ്ലവർ ഷേപ്പ് പോലെ ആയിട്ട് കിട്ടും. അതാണ് ഷേപ്പ്. അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടി ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. പറ്റാത്തത് ഷേപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, ഏത് ഷേപ്പിലായാലും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അധികം ഉള്ളി മസാലയും മസാലക്കുത്തൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മൈൽഡായിട്ടുള്ള പൊട്ടാറ്റോ ഫില്ലിംഗ് ഉള്ള സ്നാക്സ് നല്ല ക്രിസ്പി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനെ ഒരു സ്നാക്കാട്ടോ, നല്ല ക്രിസ്പിയറാണ്. ഇത് എത്ര ക്രിസ്പിയാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരി എടുത്തേക്കുക. അധികം പിന്നെ അതിൽ കൂടുതൽ നേരം വെക്കണ്ട, ഭയങ്കര ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കാണാൻ രസം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കേട്ടില്ല അതിൻ്റെ ക്രിസ്പിനെസ് സൗണ്ട്, അത്ര തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. പിന്നെ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഫ്ലവർ, ഒരു മുട്ടൊക്കെ പോലെ തോന്നുന്നുണ്ട്, ഒരു മിനി ഫ്ലവർ ലുക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഈസി റെസിപ്പി ഇഷ്ടമായിനെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ആ ക്രിസ്പിനെസ്സിനെ കൊണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് കഴിക്കുമ്പോഴും ഒരു ബൈറ്റ് അത്രയേ ഉള്ളൂ അതിൻ്റെ സൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയും കട്ടൻ ചായയും ഈ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കൊക്കെ കഴിച്ച് ഈവനിങ്ങിൽ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ആസ് യൂഷ്വൽ ബുക്സ് എടുത്ത് വെക്കുക, നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് റെഡി ആവുക, ഫുഡ് കഴിക്കുക, ഡിന്നർ കഴിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിമോൾ സ്കൂളിലുള്ള ഒപ്പനൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രിയായപ്പോൾ. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.